എന്ത് പ്രശ്നം വന്നാലും ഡിവൈഎഫ്ഐക്കാർ സ്ഥിരമായിട്ട് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, പൊതിച്ചോറ്. പൊതിച്ചോർ എന്നാണ് ഒരു നേതാവ് പറയുന്നത്. അത് ചിന്താ ജെറോമ് പറയുന്നത്. പൊതിച്ചാറ് കൊടുക്കുന്നവരാ ഞങ്ങൾ, പൊതിച്ചാറ് ആശുപത്രിയിൽ പൊതിച്ചാറ് കൊടുക്കുക. എന്നാൽ ഇനി ആശുപത്രിയിലെ ഈ പൊതിച്ചോറ് പരിപാടി നിർത്തിക്കോളാനാണ് ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ആലപ്പുഴയിൽ വെച്ച് കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്, കൊടി കെട്ടിയുള്ള ഭക്ഷണ വിതരണമൊന്നും സർക്കാർ ആശുപത്രിയിൽ വേണ്ട, ആശുപത്രിയിലോ ആശുപത്രി പരിസരത്തോ വേണ്ട. ഇനി എല്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും. ഇങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്നുള്ളവർക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. അവിടെ കൊടിയൊന്നും കൊണ്ട് ഒറ്റയൊരുത്തിനെ കണ്ടുപോയരുത്, അവിടെ വേണമെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കാം. അത് അങ്ങനെ ഒരു പ്രസ്താവന ഈ ആലപ്പുഴയിൽ നിന്ന് തന്നെ വരുമ്പോൾ അത് സത്യത്തിൽ അത് നമ്മുടെ ജി സുധാകരൻ്റെ കൂടെ ഒരു വിജയമാണ്. അതെ, സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ ഇക്കാര്യം. അതെ, പറഞ്ഞപ്പോൾ അതിന് സോഷ്യൽ മീഡിയ കൂടെ പോരാ തെറിവിളിയായിരുന്നു പുള്ളി. അത് മാത്രമല്ല, പൊതിച്ചോറിനെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്കാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള കാര്യം. രാഹുൽ മാങ്കൂട്ടം പൊതിച്ചോറിനെ അധിക്ഷേപിച്ചു. ഞങ്ങൾ ഇതിനകത്ത് ഈ ഡിവൈഎഫ്ഐക്കാർ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നു, നല്ല കാര്യമാണ്. പക്ഷേ അതിനകത്ത് വേറൊരു ഇതിനൊരു പിന്നാമ്പുറ കഥ കൂടിയുണ്ട്. ഈ പൊതിച്ചോറ് ആരും ഡിവൈഎഫ്ഐക്കാരെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, ഏൽപ്പിക്കണം ഓരോ വീട്ടുകാരെ. 5 പൊതിച്ചോറ് 4 പൊതിച്ചോറ് ഓരോ വീടുകളിൽ ചെന്നിട്ട് ഇവര് പറഞ്ഞ് അതിനെ നമ്മൾ അഭിനന്ദിക്കണം. അതിനൊപ്പം തന്നെ അത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ഓരോ ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ഓരോ ബ്ലോക്ക് കമ്മിറ്റികൾക്ക് ഇവർ കൊടുക്കുകയാണ്, ഓരോ ദിവസം ഇത്ര പൊതിച്ചോറ് കൊടുക്കുക എന്നുള്ളത്. അതിനകത്ത് ഇപ്പോൾ ഈ പൊതിച്ചോറിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു വലിയ കറിയൊന്നുമില്ല. ചിലപ്പോൾ റേഷൻ അരി കൊണ്ടുള്ള പൊതിച്ചോറായിരിക്കാം, ചിലപ്പോൾ നല്ല അരി കൊണ്ടുള്ള പൊതിച്ചോറായിരിക്കാം. ചില ആൾക്കാർ സ്ഥിരമായിട്ട് പൊതിച്ചോറ് കൊടുക്കുന്നവരുണ്ട്. ഇനിയും ചിലരുണ്ട് കുറച്ചുകൂടി കാരുണ്യം കാണിക്കും. ഇതിനകത്ത് ചിലപ്പം ഒരു 100 രൂപയൊക്കെ വെച്ച് പൊതിഞ്ഞ് കെട്ടി അതിനകത്തോട്ട് വെച്ച് നിങ്ങൾ മരുന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞൊരു കുറിപ്പൊക്കെ വെച്ച് വിടുന്ന ആൾക്കാരുമുണ്ട്. പൊതിച്ചോറിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷേ ഡിവൈഎഫ്ഐയുടെ എന്ത് പ്രശ്നം ഉണ്ടായി, ഇപ്പം നേതാക്കളെ തട്ടിപ്പ് കേസ് പിടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ നേതാക്കൾക്ക് മയക്കുമരുന്ന് കേസ് പിടിച്ചെന്ന് പറയുക, അല്ലെ ഇവർക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിക്കുക, ആ സമയത്തല്ല ഇവർ എടുത്തിടുന്ന ഒരു ഇരവാദത്തിന് ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഈ പൊതിച്ചോറ് മിക്കപ്പോഴും. അത് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാണെന്ന് ഈ ചിന്താ ജെറോം പറയാനുള്ള കാരണവും അത് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSUക്കാരാണെങ്കിലും അവരൊന്നും അങ്ങനെ ഒരു പരിപാടിക്കൊന്നും അല്ല. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ തിരുവനന്തപുരം നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളെ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ചെന്നാൽ അതിനകത്ത് RCC ഉണ്ട്, ശ്രീത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, SAT ഉണ്ട്, ശ്രീ ഔട്ടന്നുള്ള ഒരുപാട് ഹോസ്പിറ്റലുള്ള ഒരു വലിയൊരു ക്യാമ്പസാണ് അവിടെ. ഇവിടെ ഈ RCC റീജിയണൽ ക്യാൻസർ സെൻ്ററിലും ശ്രീത്രയിലൊക്കെ വരുന്ന ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഇവരോട് വന്നിരിക്കുമ്പോൾ ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവരെല്ലാവരും ഒരു സാമ്പത്തിക സ്ഥിതി എന്നുള്ളവരൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസിനെ പോലുള്ള ഒരു പ്രസ്ഥാനം ഈ പരിപാടിക്ക് ഇറങ്ങുന്നില്ല, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ചിന്തിച്ചില്ല, നമ്മൾ എപ്പോഴും ചിന്തിക്കും. ഞാൻ പലപ്പോഴും മനസ്സിലായിരിക്കാറുണ്ട്. അല്ല, ഡിവൈഎഫ്ഐക്ക് ഈ ഇത് കൊടുക്കുന്ന ഒരു സന്നദ്ധ സേവന പ്രവർത്തനമാണ്. പക്ഷെ അവരിത് കൊടുത്തതിന് ശേഷം അവരത് മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന അതാണ് അതിന്റെ വൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ എല്ലാവർക്കും ഈ പൊതിച്ചോറെന്ന് പറയുമ്പോൾ പലർക്കും ഇതിനകത്ത് ഒരു എതിർപ്പ് വരുന്നതും ഈ പൊതിച്ചോറിനെ കളിയാക്കി പലരും സംസാരിക്കും. സത്യത്തിൽ ഈ ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്ന ഒരു പൊതിച്ചോറ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിന്റെ 100 ഇരട്ടി പ്രവർത്തനങ്ങൾ സേവാഭാരതി ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പബ്ലിസിറ്റി അവര് സൗജന്യമായിട്ട് ആംബുലൻസ് വിടുന്നുണ്ട്. എന്തിനാ RCC വരുന്നവർക്ക് താമസിക്കാൻ മുറി കൊടുക്കുന്നുണ്ട്. മുറി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതാത് സ്ഥലത്തെ സേവാഭാരതിയുടെ കമ്മിറ്റിയിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ മുറി കൊടുക്കുന്ന എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സേവാഭാരതി എന്തോ ഹൈന്ദവ സംഘടനയാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സേവാഭാരതിയുടെ ഈ RCCയുടെ അവിടുത്തെ അവർ കൊടുക്കുന്ന മുറികളുടെ സമീപത്ത് എന്നിട്ട് അന്വേഷിക്കണം, അവിടെ താമസിക്കുന്ന മുഴുവൻ ഇതര മതസ്ഥർ. അവർ ജാതി മതമൊന്നുമില്ല. രോഗിയാണോ, നിങ്ങൾ RCCയിൽ രോഗിയാണോ എന്ന് മാത്രമേ ഉള്ളൂ. അതെ, മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മെഡിക്കൽ കോളേജ് പരിസരങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സേവാഭാരതിയുണ്ട്, പിന്നെ ഈ CPMന്റെ ഉണ്ട്, നാനാരുടെ പേരിൽ ചാരിറ്റബിൾ സൊസൈറ്റി ഇത്തരത്തിൽ റൂം കൊടുക്കുന്നുണ്ട്. പിന്നെ ചില മതസംഘടനകളുടെ ക്രൈസ്തവ മുസ്ലിം ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എങ്ങും തന്നെ ഒരു കോൺഗ്രസ്സുകാർക്ക് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പം നിലവിൽ കെ മുരളീധരൻ ഇങ്ങനെ ഒരു ഉത്തരവ് കൊണ്ടുവന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ വ്യാപക പ്രതിഷേധം വരും. ഈ ഡിവൈഎഫ്ഐക്കാർ അതല്ല കമ്മ്യൂണിറ്റി കിച്ചൺ വന്നിട്ട് നടത്തണത്. അതെ, അല്ല കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി. ഇപ്പൊ പരീക്ഷണാടിസ്ഥാനത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ പുറകെ എന്താ പറയുന്നത്, ഈ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നിങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അവിടെ നിന്ന് വിതരണം ചെയ്യുക. കമ്മ്യൂണിറ്റി കിച്ചണിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, അത് അവിടെ നിന്ന് വിതരണം ചെയ്യുക. അതായത് നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ കിറ്റുകളാണ് പലയിടത്തും കൊടുത്തത്. കിറ്റ് ഒന്നിച്ചു കൊണ്ടുവന്ന് കിറ്റ് ഒരു ഹോട്ടൽ തുടങ്ങിയിരുന്നല്ലോ വളരെ കുറഞ്ഞ നിരക്കിന് 15 രൂപയ്ക്കും. അതെ, പൊളിഞ്ഞു. ആ ന്യായവില ഹോട്ടൽ അതെല്ലാം പൊളിഞ്ഞു. അത് ഓടത്തില്ല, നമുക്കറിയാമല്ലോ. ഇത് വിറകില്ല,
ഗ്യാസില്ല, ഇതിനൊക്കെ ചെലവില്ല, ഇതെല്ലാം ഉണ്ടാക്കണ്ടേ? ഈ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ ഈ ന്യായവില ഹോട്ടലിൽ 20 രൂപയ്ക്ക് പൊതിച്ചോറെന്നൊക്കെ പറഞ്ഞ് ഊണെന്നും പറഞ്ഞ് തുടങ്ങിയതല്ലേ? അത് ഐസക്കിന്റെ ബുദ്ധിയാണ്. പക്ഷേ അത് തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി ക്യാമ്പസിലൊന്നുണ്ട്, ഞാൻ ഒരിക്കലും അവിടെ നിന്ന് കഴിച്ചിരുന്നു. രണ്ടാമത് നിന്നപ്പം അവസ്ഥ മാറി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഡിവൈഎഫ്ഐയുടെ യോഗങ്ങളിലൊക്കെ ഉയർന്ന ആരോപണം എന്തായിരുന്നു? ആകെപ്പാടെ ഒരു പൊതിച്ചോറ് വിതരണം മാത്രമാണ് നമുക്കുള്ളത്. സമര പരിപാടി ഇതാണ് ഇപ്പോൾ സമരം. നമ്മുടെ പൊതിച്ചോറ് മാത്രമുണ്ട്, എല്ലാവരും ഓരോ ആഴ്ചയിൽ ഓരോ പൊതിച്ചോറ് മേടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങൾക്ക് പണി പൊതിച്ചോറ് നിർമ്മിക്കലാണോ എന്നുള്ള പലരും ചോദിച്ചിരുന്നു. ഒന്നും ചെയ്യാനില്ല എന്ന് ചോദിച്ചു. അതാണ് പലയിടത്തും അതിന്റെ ഒരു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ജി സുധാകരൻ പൊതിച്ചോറിനെതിരെ ആഞ്ഞടിച്ചത്. അതോടുകൂടി ഡിവൈഎഫ്ഐക്കാരങ്ങ് ഉണർന്നു. കാരണം പൊതിച്ചോറ്, അത് പോളണ്ടിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ പൊതിച്ചോറെ തൊട്ട് അതേ ഉള്ളൂ. ഞങ്ങൾക്ക് പൊതിച്ചോറാണ്. ഇപ്പം ദൂരവ്യാപകമായ ഫലങ്ങളാകും കെ മുരളീധരന്റെ പ്രസ്താവന. പക്ഷെ മുരളീധരൻ വളരെ ശക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്, സർക്കാർ ആശുപത്രിയുടെ ഇത് നിങ്ങളുടെ കൊടിയും ബാനറും കെട്ടിയുള്ള ഭക്ഷണ വിതരണം വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കൊടുക്കുന്ന ആരാണ്? ഇവർ മാത്രമേ ഉള്ളൂ. സേവാഭാരതിക്കാർ വന്ന് കൊടുക്കും. അവരെനിക്ക് വന്ന് സേവാഭാരതി എന്ന് എഴുതിയൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, എല്ലാ ഹോസ്പിറ്റലും അതൊരു സന്നദ്ധ പ്രവർത്തനമാണ്. സേവാഭാരതി ചെയ്യുന്നത് നല്ല പ്രവർത്തനം. എന്നിട്ട് ഇവരുടെ പരിപാടി എന്താണ്? ആ പ്രളയ സമയത്തൊക്കെ സേവാഭാരതിക്കാർ എന്തും വേണ്ടി കഷ്ടപ്പെട്ടു. ഈ കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ ഈ ഡിവൈഎഫ്ഐക്കാരാണ് ഏറ്റവും കൂടുതൽ അവരെ വിമർശിച്ചുകൊണ്ടും അവരെ കളിയാക്കിക്കൊണ്ടും പോസ്റ്റുകൾ ഇട്ടു. അല്ല, അവർക്ക് ലാഭേച്ഛയില്ല. ഉദാഹരണത്തിന് 1970 ഗുജറാത്തിൽ മോർബി ഡാം അണക്കെട്ട് താർന്ന സംഭവം തകർന്ന് ഒരു വലിയ മേഖല വെള്ളത്തിൽ ഒഴുകി ഒരു ഡാം താർന്നുള്ള അവസ്ഥ നോക്കാറുണ്ട്. അന്ന് അവിടെ അവിടുത്തെ പോലീസിനും പട്ടാളത്തിനും പോലും കയറി നിയന്ത്രിക്കാൻ പറ്റാമെന്ന് പറഞ്ഞ RSS പ്രവർത്തകരാണ് അവിടെ ഇറങ്ങിയത്. ഈ മൃതദേഹങ്ങളൊക്കെ ചീഞ്ഞുപോയി ദിവസങ്ങൾ. അന്ന് മോർബി അണക്കെട്ട് താർന്ന് അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവ പങ്കെടുത്ത RSS ആയിരുന്നു. അന്ന് എല്ലാവരും അവരെ അഭിനന്ദിച്ചു. പിന്നീട് അവരെ അവരെ പങ്കിനെ തള്ളി പറയുന്ന രീതിയിലാണ് പിന്നീട് പലരും പിന്നെ പ്രസംഗിച്ചത്. അതാണ് ഇവരുടെ കാര്യം. ഇതാണ് ഈ പറയുന്ന ഡിവൈഎഫ്ഐ ചെയ്യുന്ന പൊതിച്ചോറ് വിതരണം നല്ല കാര്യമാണ്, നല്ല ഇത് തന്നെയാണ്. പക്ഷെ ഇതേ പ്രവർത്തനം, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനം സേവാഭാരതി ചെയ്യുമ്പോൾ അവരെ കളിയാക്കുന്നവരാണ് ഡിവൈഎഫ്ഐ. അതെ. എന്നിട്ടാണ് അവരുടെ പൊതിച്ചോറിനെ കളിയാക്കിയെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്യുന്നതുമില്ല. എന്താണെങ്കിലും കെ മുരളീധരന്റെ ഉദ്ദേശം നല്ലതാണ്. പക്ഷെ ഒരു കാര്യം, അത് വിജയിപ്പിക്കണം. അല്ലെങ്കിൽ അവസാനം ഡിവൈഎഫ്ഐക്കാർ കൊടുക്കുന്ന പൊതിച്ചോറെങ്കിലും രോഗികൾക്ക് തുണയാകുമായിരുന്നു. ഇനി അല്ല, ഈ പൊതിച്ചോറ് മേടിക്കുന്ന രോഗികൾ മാത്രമല്ല, ഒരുപാട് പാവപ്പെട്ടവർ വരുന്നുണ്ട്. ഇപ്പൊ ഈ കൂട്ടിരിപ്പുകാർ മാത്രമല്ല, ഈ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരും. ഈ ഉച്ച സമയമാകുമ്പോൾ ഇവിടെ ഇന്ന പോലെ വിതരണം ഉണ്ടല്ലോ, ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ അത്രയെങ്കിലും ആട്ടെന്ന് കരുതി വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിനെ എന്തായാലും മുരളീധരന്റെ ഉദ്ദേശ ശുദ്ധിയെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ ഇതാണ് പ്രശ്നം. നടപ്പിലാക്കുമ്പോൾ ഫലപ്രദമായി നടപ്പിലാക്കുക, അതല്ലെങ്കിൽ ഇരട്ടി അബദ്ധമായി മാറും ഇതെന്നുള്ളത് ഉറപ്പാണ്. അതാണ്.